ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്ലൈറ്റിൽ കയറാത്ത ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായിട്ട് കണക്കാക്കുന്നവർക്ക് വേണ്ടിയാണ്. എയർപോർട്ട് പേടി സ്വപ്നമാകൊണ്ടിരിക്കാൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 3 മണിക്കൂർ മുമ്പാണ് എത്തിച്ചേരേണ്ടത്. നമ്മൾ 4 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരണം. 3 മണിക്കൂറിൽ എത്തിച്ചേർന്ന് നമ്മുടെ യാത്ര ഇപ്പോൾ കെട്ടിക്കൊടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ആകെ പേടിയായിരിക്കും, പിന്നെ ആകെ പ്രശ്നമായിരിക്കും, പിന്നെ ആകെ വെപ്രാളായിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി 4 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരണം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എയർബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് എൻ്റെ ലഗേജ് 30 കിലോസും അതേപോലെ തന്നെ 10 കിലോസുമാണ് എയർ ഏഷ്യയിലെ അലൗഡ് ആയിട്ടുള്ള വെയിറ്റ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ടാഗൊക്കെ കെട്ടിയിട്ട് എയർ ഏഷ്യയുടെ ടാഗ് കെട്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ബോർഡിംഗ് പാസ് ലഭിച്ചിട്ടില്ല. ബോർഡിംഗ് പാസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗേറ്റ് ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് ലഭിച്ചു. ഞാൻ യാത്ര ചെയ്യുന്നത് സീറ്റ് നമ്പർ 19A G9411 എന്ന് പറയുന്ന എയർക്രാഫ്റ്റാണ്. 19A എന്ന് പറയുന്നത് വിൻഡോ സീറ്റാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് ലഭിച്ചു. അപ്പോൾ അവിടെ ഒരു ഏരിയ ഉണ്ട്, പാർക്കിംഗ്, നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം, വാഷ്റൂമിലേക്ക് പോകാം. അങ്ങനെ എയർ ഏഷ്യ ഫ്ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഗേറ്റാണ് ഗേറ്റ് 4 ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗേറ്റ് 4 ഓപ്പൺ ചെയ്ത് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ഇതാണ് ബാഗേജ് കമ്പാർട്ട്മെൻറ്റ് 10 കിലോസാണ് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ അലൗഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 10 കിലോ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാഗിൻ്റെ ഡൈമെൻഷനും അതേപോലെ തന്നെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റും ഒക്കെ എയർ ഏഷ്യ സൈറ്റിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ബാഗ് വാങ്ങിക്കേണ്ടതും. കണ്ട ബാഗൊന്നും നമ്മൾ വാങ്ങിക്കരുത്. അതേപോലെ തന്നെ ഈ അലൗഡ് ഡൈമെൻഷനിലായിരിക്കണം നമ്മൾ ബാഗ് വാങ്ങിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് 2 പീസാണ് 30 kgsന്. അപ്പോൾ നമുക്ക് 15 കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ 30 kgsൻ്റെ ഒറ്റ സിംഗിൾ ബാഗായിട്ട് പോവാം. അതാണ് ലഗേജിലേക്ക് പോകേണ്ടത്. എയർ ഏഷ്യ ഫ്ലൈറ്റിൽ 3 റോയാണ് ഉള്ളത്. അതേപോലെ തന്നെ 3 റോ അപ്പുറത്തുമുണ്ട്. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് കഴിഞ്ഞു. ടേക്ക് ഓഫിന് ഫാസ്റ്റൻ സീറ്റ് ബെൽറ്റ്സ് എന്ന് പറയുന്നത് വാണിങ്ങും ഇതൊക്കെ വരും. അതേപോലെ തന്നെ എയർ ഹോസ്റ്റസിൻ്റെ ഡെമോൺസ്ട്രേഷനും അതേപോലെ തന്നെ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് കാണിച്ചു തരും എങ്ങനെയൊക്കെയാണ് നമ്മൾ സേഫ്റ്റി മാർഗങ്ങളും അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫിന് മാക്സിമം RPOവും അതേപോലെ തന്നെ മാക്സിമം റെവല്യൂഷനും അതേപോലെ തന്നെ മാക്സിമം സ്പീഡിലാണ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റ് മാറ്റാം. ഈ സമയത്ത് നമ്മൾ ഇതിൽ പച്ച സിഗ്നൽ കത്തും, ലാബോറട്ടറി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നമുക്ക് നടക്കാം. വാഷ്റൂമിലേക്ക് പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാൾ വാഷ്റൂമിലേക്ക് പോണു കണ്ടില്ലേ, അതേപോലെ തന്നെ അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്നാക്സ് വരും. സ്നാക്സ് നമുക്ക് കിട്ടുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യായിരിക്കും നല്ലത്. കാരണം എല്ലാവരും തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്നാക്സ് വരും. ഇപ്പോൾ നമുക്ക് സ്നാക്സ് വന്നു. ഈ പാസഞ്ചറിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ ഓപ്പൺ ചെയ്യേണ്ട വിധമാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നമുക്ക് സ്നാക്സ് വന്നു. ഞാൻ ഓർഡർ ചെയ്യുന്നത് ചിക്കൻ സാൻഡ്വിച്ചും ഒരു വാട്ടർ ബോട്ടിലുമാണ്. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോ സീറ്റിൽ പ്രിഫർ ചെയ്ത കാരണം ഞാൻ പുറത്തേക്ക് നോക്കി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. മേഘത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും. ഇതാണ് നമ്മൾ സാധാരണ വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് 2 പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ആവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യുന്നത്. ഈ ബോയിങ്ങും എയർബസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ട്, ബോയിങ്ങും എയർബസും. ഇപ്പോൾ ബോയിങ്ങും എയർബസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ എയർബസിലാണെങ്കിൽ ഈ അവസാനത്തെ ഭാഗം കൊണ്ട് റെഡ് കളറിലുള്ള ഭാഗം കൊണ്ട് അത് മേലേക്കും താഴേക്കും ഉണ്ടായിരിക്കും. ബോയിങ്ങിലാണെങ്കിൽ മേലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇതിൻ്റെ പേരാണ് വിംഗ്ലെറ്റ് എന്ന് പറയുന്നത്. ഈ വിംഗ്ലെറ്റ് എന്ന് പറയുന്നത് ഈ എയർ ഫ്ലോ സ്ട്രീം ലൈനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിംഗ്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മാക്സിമം ഇതിൻ്റെ
ത്രസ്റ്റും RPM-ഉം ലിഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിംഗ്ലെറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഈ വിംഗ്ലെറ്റിൻ്റെ അടുത്തായിട്ട് എയിൽറോൺ എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ സർഫസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്ത് ഫ്ലാപ്പ് ഉണ്ട്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പ് മാക്സിമം വിങ്ങിൻ്റെ സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് 10 ഡിഗ്രി ആയിരിക്കും ഫ്ലാപ്പ് വെച്ചിരിക്കുന്നത്. ഫ്ലാപ്പ് 10 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് വിങ് സർഫേസ് കൂടും, വിങ്ങിൻ്റെ ഏരിയ കൂടും, അപ്പോൾ നമുക്ക് മാക്സിമം ലിഫ്റ്റ് കിട്ടും. ഇതാണ് ടേക്ക് ഓഫിൻ്റെ പ്രിൻസിപ്പിൾ. ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലൊരു കൺട്രോൾ സർഫസ് ഉണ്ട്, എലിവേറ്റർ അപ്പ്, നോസ് അപ്പ്. അപ്പോൾ മാക്സിമം ത്രസ്റ്റിലെ മാക്സിമം RPM-ത്തിൽ എലിവേറ്റർ അപ്പ്, പിന്നെ അതേപോലെ തന്നെ ഫ്ലാപ്പ് 10 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് ഓഫ് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇതാണ് ടേക്ക് ഓഫിൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ലാൻഡിങ് സമയത്ത് ഫ്ലാപ്പ് മാക്സിമം ഡൗൺ ആയിരിക്കും, അപ്പോൾ നമുക്ക് ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത സമയത്താണ് എയിൽറോൺ എന്ന് പറയുന്നത്. ഈ റെഡ് വിംഗ്ലെറ്റ് ഉണ്ടല്ലോ, വിംഗ്ലെറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ഭാഗമുണ്ട് എയിൽറോൺ എന്ന് പറയുന്നത് റോളിംഗ് ചെയ്യാനാണ്, എയർക്രാഫ്റ്റ് റോളിംഗ് ചെയ്യാൻ. അതായത് നമുക്ക് അങ്ങോട്ട് ബാങ്ക് ചെയ്യാനും ലെഫ്റ്റിലേക്ക് ഡയറക്ഷൻ മാറ്റാനും അതുപോലെ റൈറ്റിലേക്ക് പോകാനും ഒക്കെ. അപ്പ് ഡൗൺ, ലെഫ്റ്റ് അപ്പ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, റൈറ്റ് അപ്പ് ആകുമ്പോൾ റൈറ്റിലേക്ക് പോകും. അങ്ങനെയാണ്. നമ്മുടെ വണ്ടികളുടെ പോലെ സ്റ്റിയറിംഗ് ഒന്നുമില്ല എയർക്രാഫ്റ്റിന്. അതുകൊണ്ട് ഫുള്ള് വിങ്ങിൻ്റെ മുകളിലുള്ള കൺട്രോൾ സർഫസ് വെച്ചാണ് നമ്മൾ ലെഫ്റ്റ് എയിൽറോൺ അപ്പാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എയർക്രാഫ്റ്റ് പോകും, റൈറ്റ് എയിൽറോൺ അപ്പാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എയർക്രാഫ്റ്റ് നീങ്ങും. അതേപോലെ തന്നെ ബാക്കിൽ ഒരു ഇതേപോലത്തെ ഒരു ചെറിയൊരു വിങ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു എലിവേറ്റർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആ എലിവേറ്റർ അപ്പ് ആകുമ്പോൾ നോസ് അപ്പാവും, എലിവേറ്റർ ഡൗൺ ആകുമ്പോൾ നോസ് ഡൗൺ. ഇങ്ങനെയാണ് എയർക്രാഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾസ്. യാത്ര ചെയ്യുന്നതും ബെർണോളി സ്റ്റിയർ വെച്ചിട്ടാണ് എയർക്രാഫ്റ്റ് പോകുന്നതും, അതേപോലെ തന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചിട്ടാണ് എയർക്രാഫ്റ്റ് നീങ്ങുന്നതും. എഞ്ചിൻ്റെ RPM വെച്ചിട്ടാണ് എയർക്രാഫ്റ്റ് നീങ്ങുന്നത്. ഇങ്ങനെയാണ് എയർക്രാഫ്റ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയിൽറോൺ മാക്സിമം ഡൗൺ ആയി വരുന്നു, ഫ്ലാപ്പ് ഡൗൺ ആയി വരുന്നു. ഫ്ലാപ്പ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ഈ അടുത്തുള്ള ഭാഗമാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഫ്ലാപ്പ് ഇനിയിപ്പോൾ നമുക്ക് ഗ്ലൈഡ് ചെയ്യാന്ന് പറയും. അതായത് റൺവേയിലേക്ക് എയർക്രാഫ്റ്റ് ഇങ്ങനെ നീങ്ങുന്നത് ഗ്ലൈഡ് ചെയ്തിട്ടാണ്. അതായത് റൺവേ മാക്സിമം വിസിബിലിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൈലറ്റിനെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തിട്ടാണ് സീറോ കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർക്രാഫ്റ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനൗൺസ്മെൻറ്റ് കേൾക്കാം, വെൽക്കം ടു ഷാർജ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫ്ലാപ്പ് ഡൗൺ ആയിരിക്കും. ഫ്ലാപ്പ് ഇങ്ങനെ ഡൗൺ ആയത് പോയിക്കൊണ്ടിരിക്കുക. എയിൽറോൺ ഡൗൺ ആയതുകൊണ്ടുണ്ടോ അങ്ങനെ ഡൗൺ ചെയ്ത് ഈ സമയത്ത് നമുക്ക് ലിഫ്റ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് എവിടേക്കും തിരിയാനും മറിയാനൊന്നുമില്ല എയർക്രാഫ്റ്റിനെ. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പൈലറ്റുമാർ. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീങ്ങി അവസാനം ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ വീലാണ് ആദ്യം ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നോസ് വീൽ ടച്ച് ചെയ്യുള്ളൂ. മെയിൻ വീൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലിഫ്റ്റ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പോയിലേഴ്സ് വർക്ക് ചെയ്യും. അതേപോലെ തൊട്ടപ്പുറത്ത് സ്ലാറ്റും വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നോസ് വീൽ ഗ്രൗണ്ട് ടച്ച് ചെയ്യുള്ളൂ. അങ്ങനെ ഇപ്പോൾ ടച്ച് ചെയ്യാൻ പോവാണ് ഷാർജ എയർപോർട്ടിലേക്ക്. മെയിൻ വീല് ടച്ച് ചെയ്യാൻ പോവുകയാണ്. ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ മുകളിലുള്ള എല്ലാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഡിസ്ചാർജ് ആയി പോവും മെയിൻ വീലിക്കൂടെ. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ്. അതായത് ആ സമയത്ത് ടയർ ബേസ്റ്റ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ലാൻഡിംഗ് ആണ് ഏറ്റവും ടഫസ്റ്റ് പാർട്ട്. എഫിഷ്യൻറ്റ് പൈലറ്റ് അല്ലെങ്കിൽ ലാൻഡിങ് കുറച്ച് ടഫായിരിക്കും. നമ്മൾ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഷാർജയിലെ മനോഹരമായ എയർപോർട്ടും കാണാം. ഷാർജയുടെ ഏരിയ ഭാഗങ്ങൾ കാണാം. അങ്ങനെ ടച്ച് ചെയ്യാൻ പോണു. തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ടയറിന്ന് ചെറുതായിട്ട് പുക പോവും. മെയിൻ വീലിൽ നിന്ന് ടയർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക്കൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ടയറിൽ നിന്ന് സ്മോക്ക് പോലെ പോവും. അപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്പോയിലേഴ്സ് പൊങ്ങിയതുകൊണ്ടോ സ്പോയിലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിഫ്റ്റ് സ്പോയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ
അപ്പോൾ സ്പോയിലേഴ്സും ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പുലർച്ചെ ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് എനിക്ക്. അതേപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ട് ഇരിക്കുകയാണ്. ഏകദേശം 7 മണി ആവണുള്ള ഷാർജയിൽ. ആ സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെ ഷാർജയിലത്തെ പാർക്കിംഗ് ബേ എനിക്ക് എയർപോർട്ടിൻ്റെ എയർക്രാഫ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൺവേ ഒന്ന് മാറി പാർക്കിംഗ് ബേയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം അവർ അപ്ലൈ ചെയ്യും ടയറിന് വേണ്ടിയിട്ട്. പിന്നെയുള്ളത് അപ്പോൾ 3 കൺട്രോൾ സർഫസാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. എയിൽറോൺ, എലിവേറ്റർ, റഡർ. റഡർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും വെർട്ടിക്കൽ ആക്സിസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ്. എലിവേറ്റർ എന്ന് പറയുന്നത് നോസ് അപ്പും നോസ് ഡൗണും ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എയിൽറോൺ എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിങ്ങും ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് എത്തി. ഇനി നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് പാസേജ് ബേ. ഷാർജ എയർപോർട്ടിലേക്ക് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് എൻട്രി ഇങ്ങനെ പോകാനുള്ള പാസേജാണ്. അതിൽക്കൂടെ ഞാൻ നടന്നു. ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കയറി. ഷാർജ എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ ബസ് വന്നതുകൊണ്ട് ആ ബസ് എന്ന് പറയുന്നത് ഷാർജ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഷാർജ തിരിച്ചു പോകാനുള്ള ബസ്സാണ്. 12 ദിർഹമാണ് ഏകദേശം എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബസ്സിന് പോകാൻ പറ്റില്ല. കാരണം ലഗേജ് 40 കിലോ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ടാക്സിയിലേക്ക് തന്നെ പോകണം. ടാക്സി പെയ്ഡ് ടാക്സി ഉണ്ട്, അതുപോലെ മീറ്റർ ടാക്സി ഉണ്ട്, അങ്ങനെ ലോക്കൽ ടാക്സികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിൽ ഹിന്ദിയിൽ സംസാരിച്ചാൽ മതി. നമുക്ക് അറബിയും അറിയൊന്നുമില്ല. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിച്ചാൽ മതി. എല്ലാവർക്കും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും ഒക്കെ മനസ്സിലാവും. എല്ലാ ഭാഷക്കാരോടും ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ മലയാളം, കുറച്ച് ആൾക്കാർക്ക് മലയാളം അറിയാം. ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ സെക്യൂരിറ്റീസ്. അപ്പോൾ അവരോടൊക്കെ ഹിന്ദി സംസാരിച്ചാൽ മതി. വേറെ വലിയ ഭാഷ ഒന്നും അറിയണമെന്നില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനൊരു മീറ്റർ ടാക്സി എടുത്തു. 50 ദിർഹമാണ് കൊടുക്കേണ്ടത് ഷാർജയിലേക്ക് പോകാൻ. അങ്ങനെ ഞാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ യാത്ര. താങ്ക് യു.